Hello guys, welcome back to my YouTube channel. ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ആട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാണ്. ഫസ്റ്റ് ടൈം സാരിയൊക്കെ കൊടുക്കാൻ പോണത്. ഫസ്റ്റ് ടൈം എന്നല്ല, ഒരു വട്ടം സ്കൂളിൽ കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് പുറത്തിറങ്ങാൻ വേറെ കൊടുത്തിട്ടില്ല. സ്കൂളിൽ +2 കഴിഞ്ഞ സമയത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കോളേജിലാണ് കൊടുക്കാൻ പോണത്. അതിൻ്റെ ചെറിയൊരിതുണ്ട്. അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇന്നലെ പോയിട്ട് മെഹന്തിയൊക്കെ ഇട്ട്, എനിക്ക് ചിത്തു മെഹന്തിയൊക്കെ ഇട്ട് തന്നു. ചിത്തു എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയാണ്, എനിക്ക് ഇട്ട് തന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഫോൺ ചാർജിലിടാതെയാണ് ഞാൻ ഇതും കൊണ്ട് പോയത്. അപ്പോഴേ അതിൻ്റെ ചാർജ് ഓൾറെഡി അവിടെ ചെന്നപ്പോഴേ 30% മാത്രമേ ഉണ്ടായി. പിന്നെ ഞാൻ ക്യാമറ ഓൺ ചെയ്യാതെ നിന്നാൽ ചാർജ് കംപ്ലീറ്റ് തീരും. ഞാൻ എന്നിട്ട് അതിലും പോരാഞ്ഞിട്ട് ഞാൻ അതിലിരുന്ന് ഗെയിമും കൂടെ കളിച്ചുകൊണ്ടിരുന്ന് തിരിച്ചെത്തി, വീടെത്തി കയറിയപ്പോഴത്തേക്കും ചാർജ് ഔട്ടായി, ഫോൺ ഓഫായിപ്പോയി. എന്നിട്ട് ചാർജ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും കറണ്ടുമില്ല. ഞാൻ വീട്ടിൽ വന്ന് കാലെടുത്ത് കുത്തിയത് കറണ്ടും പോയി. അതുകൊണ്ട് എനിക്ക് ഇന്നലെ എൻ്റെ വീഡിയോ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് എൻ്റെ അപ്പം മെഹന്തി. ഫുഡ് കഴിച്ചത് ആ സാരി ഞാൻ ഉടുത്ത്. അപ്പം സാരിയൊക്കെ ഉടുപ്പിച്ചെന്ന് ഫുള്ള് കാണിച്ചു തരാം ഗൈസ്. മുഖം ആകെ മൊത്തം വെള്ളപ്പാണ്ട് പോലും ഇരിക്കുകയാണ്. അതിനെ ഇനി ഒന്ന് ശരിയാക്കി എടുക്കണം. ഇതാ ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി മുടിയും കൂടി കെട്ടണം. എങ്ങനെ കെട്ടും, എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സാരിയൊക്കെ സെറ്റ് ചെയ്തത് എന്നിട്ട് അപ്പം വീട്ടിൽ പോയി ഇനി മുടി കെട്ടണം. ഞാൻ വിചാരിക്കണം വെറുതെ ജസ്റ്റ് കുളിപ്പിന്നൽ പോലെ എടുത്ത് സൈഡിലോട്ട് വെച്ച് പൂവും വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് അതേ നടക്കും, എനിക്കറിയാം. ഓൾവേസ് ഞാൻ വേറെ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്താലും ലാസ്റ്റ് മുടി അവിടെ തന്നെ വന്നെത്തും. മുടി ലാസ്റ്റ് ഇങ്ങനെ തന്നെ കെട്ടി. എനിക്കറിയാം ഞാൻ ഇങ്ങനെ കെട്ടത്തുള്ളൂ. ഒന്നാമത്തെ അരി സാരി എടുത്തുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാനുള്ള പേടി. ചീത്തായി പോവുമോ എന്ന്, സാരി കൊലഞ്ഞു പോവുമോ എന്നൊരു പേടി. അതുകൊണ്ട് വേറൊന്നും അത് കൊടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ കാര്യം മടി, രണ്ടാമത്തെ കാര്യം മടി. അത് മതി. പൂവിടെ വയ്ക്കുമ്പോഴത്തേക്കും സെറ്റാണ്. ഇത്ര ഓവറായിട്ടിരിക്കില്ലേ, തലയെങ്കിലും സിമ്പിളായിട്ടിരിക്കട്ടെ. ഇനി പൂവും കൂടി വെക്കണം, കമ്മലിടണം, സെറ്റാവണം. ഇതാണ് ഗൈസ് കമ്മൽ. ഇതുകൊണ്ട് വേറൊരെണ്ണം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഏതാണ് ചേരണേന്ന് വെച്ചാൽ അതിടാമെന്നും പറഞ്ഞിട്ട് ഒരു ഗോൾഡൻ കളറും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഊരിക്കയാണ് ഗൈസ്. എനിക്കറിയാം, കാരണം മാല ഇത്ര ഉണ്ട്, ഇതും കൂടെ ഓവറാവും. ഞാൻ ബ്ലൗസ് തയ്ച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഒരു വട്ടം ട്രയൽ എടുത്തു നോക്കിയായിരുന്നു അന്ന്. പക്ഷെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി, അത്ര അങ്ങോട്ട് ഇതായില്ല. പക്ഷെ ഇന്ന് ഇത് ഉടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട. ഇതാണ് ഞാൻ വാങ്ങിച്ചു വെച്ച രണ്ടാമത്തെ കമ്മൽ. ഇത് മതി, മറ്റേതിട്ടാൽ ഓവറായി. അമ്മ പോയി, എന്നെ അച്ഛൻ കൊണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിട്ട് വെക്കണം. ആക്ച്വലി മണി 8:15. 9 മണി കഴിഞ്ഞിട്ട് കയറിയാൽ മതി. അച്ഛൻ ഇറങ്ങണ സമയത്തിനൊക്കെ ചെല്ലുമ്പോഴേ അവർ രണ്ടുപേരും വരുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിപ്പോൾ. ഓക്കെ, ഇനി മുല്ലപ്പൂവിനൊക്കെ ഭയങ്കര വില. സീസൺ കൂടി ആയതുകൊണ്ട് നല്ല കത്തി റേറ്റ് ഉണ്ട് മുല്ലപ്പൂവിന്. ഭയങ്കര എക്സൈറ്റഡാണ്. എന്തിനെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഭയങ്കര എക്സൈറ്റഡാണ്. റീസൺ എനിക്കറിയാൻ
പറയാൻ പാടില്ല. പക്ഷേ ഐ ആം വെരി മച്ച് എക്സൈറ്റഡ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കോളേജിലെത്തുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഒന്നിരുന്നാൽ മതിയായിരുന്നു. കാറിലാണ് പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ഏക സമാധാനം എന്ന് പറയുന്നത്. ഞാൻ ദീപു എന്ത് മെസ്സേജ് അയച്ചെന്ന് നോക്കട്ടെ. ഞാനത് എടുത്ത് നോക്കിയില്ല ഇതുവരെ. അവളെന്ത് മെസ്സേജ് അയച്ചെന്ന് നോക്കട്ടെ. മൊത്തത്തിൽ സെറ്റാണ്. ഇനി അത് പോയാൽ മാത്രം. അങ്ങനെ ഇറങ്ങി. അനു ആഷിനെ അവിടെ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടെ വിളിച്ചുകൊണ്ട് പോകണം. ഗൈസ്, ഞങ്ങൾ കോളേജിലെത്തി. കണ്ണാടി കണ്ട അവന് കണ്ണാടി നോക്കിയാലേ തൃപ്തി വരുള്ളൂ. ഞാൻ എൻ്റെ കൂടെയുള്ള 2 എണ്ണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. Support to Devananda Vlogs. Subscribe, like. ഇനി 2 എണ്ണം കൂടെ വരാനുണ്ട്. അവളുമാരിനി എപ്പോ വരുമെന്ന്, ഏത് കാലത്ത് വരുമെന്ന്. എന്നിട്ടാണ് നമുക്ക് ഡാൻസ് റീൽ എടുക്കാനെന്നൊക്കെ പറയണേ. ഇത് മിക്ക ഡാൻസ് റീല് ഈ സാരിയൊക്കെ ഊരി പോകുമ്പോഴായിരിക്കും ഡാൻസ് റീലാണ്. നമസ്കാരം, ഓണാശംസകൾ. ധനുഷോടി. പരിപാടി 9 മണിക്കായിരുന്നു. ഞാൻ എത്തിയപ്പോൾ തന്നെ 9:30. ഇപ്പം അതാ 10:30. 8 മണിക്ക് എത്തിയതാണ്, പക്ഷേ ആരും കാണാനില്ല. ഇതുവരെ അവരെത്തിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്ന് അവർക്ക് വേണ്ടിയാണ് വെയിറ്റ്. വളരെ മോശമായി. 12 മണിയായാലും വരൂലേ ഇതുങ്ങളൊക്കെ. തങ്കത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? തങ്കത്തിന് അവരെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? കുറച്ച് പൊക്കി പിടിച്ചത് എന്നെ നെറ്റി കാണായിരുന്നു. അതെ അതെ ഗോയ്സ്, ഞങ്ങളിവിടെ അവരെയും കാത്താണ് നിൽക്കണത്. നമ്മൾ ഫേമസ് ആയേ, നമ്മൾ വൈറലാണ്. അവിടെ ഫുള്ള് ഫോട്ടോഷൂട്ട് നടക്കുക ഗൈസ്. അതെ അതെ, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള 2 എണ്ണം ഇതുവരെ എത്തിയില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവരൊക്കെ ഹലോ ഗൈസ്, ഞങ്ങൾ വടംവലി കാണാൻ പോണ്. വടംവലി മാത്രമല്ല, ഇവിടെ മിക്കവാറും ഒരു കൂട്ടത്തല്ലോണ്ടാവും. ഓണത്തല്ല്. പക്ഷെ ഈ നടക്കാൻ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ പെയിൻ? ഈ വീഡിയോയിൽ നമ്മുടെ പെയിൻ മനസ്സിലാകുന്നുണ്ടോ? പിടിച്ച് നടക്കാൻ പറ്റുള്ളൂ. അത് പുതിയ ചെരുപ്പും കൂടെ ആയിട്ട് കാലും മുറിഞ്ഞു. ആ ഡാൻസ് ആരും ശ്രദ്ധിക്കൂല ഗൈസ്. ഇതാണ് മെയിൻ. വടംവലി. പാവം ചെറുക്ക് അവിടെ നിന്നതിനെ കൊണ്ട് ഇവളുമാർ 2 കൂടെ സാരിയുടെ പ്ലീറ്റ് പിടിപ്പിക്കണം. ഇപ്പം വന്നതേ ഉള്ളൂ. മണി ഇതാ 11:30. പാവം ചെറുക്ക് അവനെ കൊണ്ട് ഇതാ പ്ലീറ്റ് പിടിപ്പിക്കണം. ഞാനായിട്ട് മാറിത്തരാം. ഫോട്ടോ സെഷൻ. ഹലോ ഗൈസ്. അതെ അതെ, ഹലോ. ഞങ്ങൾ എല്ലാവരും എത്തി ഗൈസ്. ഷാരോന്റെ കീർത്തന കൊണ്ടുപോയി. നല്ല രസമുണ്ട്. ഫോട്ടോ ഇടറി.
പാവയമ്മ. ദീപുവിനെ കൊച്ചിനങ്ങ് ഇഷ്ടപ്പെട്ട്. അതും വെച്ചോണ്ട് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് പിന്നെ വെള്ളം എടുക്കാൻ ചെറിയ ബാഗ് എടുത്തത്. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി നിന്ന് ഫുഡ് കഴിക്കാൻ പോവാ. സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ, എവിടെ പോകണം. പൊട്ടെല്ലാം പോയി. ഞങ്ങൾ ആസിഫ് ബിരിയാണിയുടെ അവിടെ കഴിക്കാൻ വന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന്. സ്ഥലം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നല്ലേ. ഒരാവശ്യമില്ലാണ്ട് എന്നെ കൊണ്ട് ഈ സ്പോട്ട് വരെ പോകണം. വെള്ളയമ്പലത്തിന് ബസ് കയറി നെടുമങ്ങാട് പോകാനുള്ള എന്നെ കൊണ്ട് ഈ സ്പോട്ടിൽ പോകും. തിരിച്ച് വീട്ടിൽ കയറി കഴിച്ച് രാവിലെ ഏത് കോലത്തിൽ പോയാൽ ഞാനാണ് ഇപ്പം ദാരുണമായ കോലത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ബസ്സിൽ കിടന്ന് ഉറക്കമായിരുന്നു. ഞാൻ തിരിച്ച് ബസ്സിലാവുന്നത്. അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഇറങ്ങുമ്പോൾ ലേറ്റാവുമെന്ന് പറഞ്ഞു. പിന്നെ ഇനി ഇരിക്കാനുള്ള ക്ഷീണം, മീൻസ് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബസ്സെങ്കിൽ ബസ്സൊന്നും പറഞ്ഞ് ബസ്സിൽ കയറിയങ്ങ് പോന്നു. അയ്യോ, അങ്ങനെ 1.5 മാസത്തെ പ്ലാനിങ് ആണ് ഒരു ഓണത്തിന് വേണ്ടി. 1.5 മാസത്തെ പ്ലാനിങ് അത് ഇന്നത്തോടെ തീർന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ഈ 1.5 മാസം പ്ലാൻ ചെയ്തത്. എന്നാലോചിക്കുമ്പോൾ അയ്യോ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു. ഒരാവശ്യമില്ലായിരുന്നു. പരീക്ഷയുടെ സമയത്ത് പോലും പഠിക്കണമെന്ന് ചിന്തയില്ല. ആ നേരത്ത് ഓണത്തിന് ഏത് ഹെയർ സ്റ്റൈല്, പൂ എത്ര മുഴം വേണം, ഇതൊക്കെയാണ് പരീക്ഷയുടെ സമയത്ത് ആലോചിച്ചുകൊണ്ടിരുന്നതും. റീലെടുക്കണം, ഫോട്ടോയ്ക്ക് പോസ്, ട്രാൻസിഷൻ ഏത് വേണം, ഇതൊക്കെയായിരുന്നു. എന്നിട്ട് അവസാനം ഒന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം. അയ്യോ, ഇനി വേഷമെല്ലാം മാറ്റി എനിക്ക് വേഷം ഫുള്ളൊന്ന് മാറ്റിയിട്ട് കിടന്ന് ഉറങ്ങണം. എന്നാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അയ്യോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.